സന്തോഷി, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇന്ന് പലപ്പോഴും ആത്മീയത എന്ന് പറയുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അതിലൂടെ സഞ്ചരിക്കുന്നതാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ക്രിസ്തീയ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും എല്ലാം. അപ്പോൾ പലപ്പോഴും ആത്മീയതയുടെ വക്താക്കളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് മതവക്താക്കളെയാണ്. അതെ. അപ്പോൾ ഞാൻ അത് അല്ല ആത്മീയത എന്ന് മനസ്സിലാക്കാനും ഒപ്പം തന്നെ ശരിയായ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് ജീവിതത്തിനകത്ത് അനുവർത്തിക്കേണ്ട കർമ്മം, ആത്മീകമായ പാതയിൽ ജെനുവിനായിട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടുന്ന കർമ്മം എന്താണെന്നും കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയണം. അതറിയണം, തലമുറയും അറിയണം. അതെ. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ്. ആത്മീയതയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ അഹിംസയാണ്. ആ അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട് സർവചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവും ഇന്നലത്തെ അറിവിനെയും ഇന്നത്തെ അറിവിനെയും നാളത്തെ അറിവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വേദാന്തിയായിട്ട് ജീവിക്കുവാൻ മക്കളെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ആ ശാസ്ത്രചിന്തയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മതചിന്തകൾക്കും രാഷ്ട്രചിന്തകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറം മനുഷ്യരെ മാത്രമല്ല സർവ്വജീവജാലങ്ങളെയും പ്രണയിക്കുവാൻ ചുമതലപ്പെട്ടവരാണ്, സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരാണ്. അതിനെ നിലനിർത്തുവാൻ അതിന് കാരണമായിരിക്കുന്ന ദൈവികത എന്തുണ്ടോ, ആ ദ്രവ്യശക്തി എന്തുണ്ടോ, ആ ദ്രവ്യശക്തിയുടെ ദിവ്യത്വം നഷ്ടപ്പെട്ടു പോകാതെ ജൈവികതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആത്മീയതയാണ്. അതൊക്കെയാണ് ആത്മീയ കർമ്മങ്ങൾ. അതാണ് ആത്മീയ കർമ്മങ്ങൾ. ഒരു ജീവനെ നിലനിർത്തേണ്ടത് ആവശ്യമാണെങ്കിൽ ആ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ, അറിവ് കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആത്മീയ കർമ്മങ്ങളാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ, അല്ലാതെ മതവിശ്വാസം ഒന്നും അർത്ഥമില്ല. മതം ആത്മീയതയ്ക്കെതിരാണ്. ദൈവത്തിൻ്റെ അകന്ന ബന്ധു പോലുമല്ല മതം. മനസ്സിലായി? ദൈവവുമായിട്ട് യാതൊരു ബന്ധവും മതത്തിനില്ല. ശരിക്കും ഈ ഒരു കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രകൃതി സംരക്ഷണം, എൻ്റെ ഭാഷയിൽ തന്നെ വാഴ്ച എന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രകൃതിയെ വാഴേണ്ടത് ഒരു ആത്മീയനാണ്. അതൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു മതസ്ഥനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല ഈ പ്രകൃതിയെ വാഴേണ്ടത്. പ്രകൃതിയെ വാഴേണ്ടത് ശരിക്കും ഒരു ആത്മീയനാണ്. അപ്പോൾ ആത്മീയൻ ഈ പ്രകൃതിയെ വാഴാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണഗണങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുക? പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് അവഗണനയും കുത്തുവാക്കുകളും എതിർപ്പുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ശരിയായ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആരും അംഗീകരിക്കാറില്ല. ഒരുപക്ഷെ അദ്ദേഹം മരിച്ച് മൺമറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. അതെ. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് സന്തോഷിക്ക് പറയാനുള്ളത്? ഒരുപാട് അഭിപ്രായം പറയാനുണ്ട് അതിനെക്കുറിച്ച്. നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, തിന്മയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. തിന്മയെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യണ്ട, നന്മ മാത്രമായി തീരുക. നല്ലവർ നന്മ മാത്രമാണ് ഓർത്തിരിക്കുക, തിന്മയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല. അറിവാണ് ആത്മീയത. ശാസ്ത്രബോധത്തിലേക്ക് ജനങ്ങൾ നടക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രബോധമാണെന്ന് ചോദിച്ചാൽ ബോംബുണ്ടാക്കുന്നതും ശാസ്ത്രീയതയാണ്, പക്ഷെ അത് ആത്മീയതയല്ല. ജീവനെ സംരക്ഷിക്കുന്നതിന് കാരണമായിരിക്കുന്ന അറിവിനെയാണ് ആത്മീയത എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ദണ്ഡിക്കുന്നതല്ല, ശിക്ഷിക്കുന്നതല്ല, രക്ഷിക്കുന്നതിനായിരിക്കുന്ന അറിവുകളെ, ആ അറിവുകളെ പ്രചരിപ്പിക്കുകയും അതിനെ നമ്മളുടെ തലമുറകളിലേക്ക് പകരുകയും നമ്മുടെ മക്കളെ സർവം ത്യജിക്കുവാനും സഹിക്കുവാനും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും കഴിവുള്ളവരാക്കി വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലൂടെ എങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സമാധാനവും സ്വസ്ഥയും എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ആ ചിന്തയാണ് ശരിക്കും പറഞ്ഞ ആത്മീയത. ആത്മീയതയുടെ ആത്മാവ് അഹിംസയുമാണ്. നമ്മുടെ ഭക്ഷണം മാറണം, നമ്മളുടെ ആഹാരവും നീഹാരവും എല്ലാം മാറണം. നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന പരമസത്യത്തിലേക്ക് നടന്നെടുക്കണം. നമ്മളുടെ വിശ്വാസത്തെ മുറുകെയല്ല പിടിക്കേണ്ടത്, നമ്മൾ സത്യത്തെ മുറുകെ പിടിക്കും.
അപ്പോഴാണ് നമ്മൾ സത്യവിശ്വാസികളാവുകയുള്ളൂ.